എടി ഇന്നത്തെ കുടുംബശ്രീ മീറ്റിംഗില് പ്രധാന ചർച്ച വരാൻ പോകുന്ന വിഷു, ഓണം, റംസാൻ ഇതൊന്നുമല്ല. പിന്നെ ജലജയുടെ മോളെ ചെത്തുകാരൻ വാസുവിനോട് ഒളിച്ചോടി പോയി. അതാണ് ചർച്ച. എന്റെ ദൈവമേ, ആ അച്ഛന്റെ അമ്മേരെ ഒരവസ്ഥ ആർക്കും ഈ ഗതി വരുത്തല്ലേ. കഴിഞ്ഞ ആഴ്ച നിന്റെ മോളൊരുത്തൻ്റെയോട് ഒളിച്ചോടി പോയതാ. അതിന് ഒളിച്ചോട്ടൊന്നും പറയാൻ പറ്റൂല. അവൾ അമേരിക്കൻ കളിച്ച് വന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയതാ. 2 ദിവസം കഴിഞ്ഞപ്പോ അവളങ്ങ് വന്നു. അല്ലല്ല, നമ്മൾ ADSനെ കാണുന്നില്ലല്ലോ. ADSന്റെ കാര്യമൊന്നും പറയരുത്. അവളുടെ കള്ളക്കളി എല്ലാം നിക്കാൻ പോവുക. ലോക്കോസ് വരുന്നുണ്ട്. ഗ്ലൂക്കോസാ? ആ ഗ്ലൂക്കോസ് എന്റെ അണ്ണാക്കിലോട്ടിട്. ഗ്ലൂക്കോസ് അല്ല, ലോക്കോസ്. അതായത് കുടുംബശ്രീ ഡിജിറ്റൽ ആവാൻ പോവുക. അങ്ങനായി കഴിയുമ്പോ അവളുടെ വിരല് കൊണ്ടുള്ള എണ്ണക്കവും പൈസ കമത്തിലും ഒക്കെ അങ്ങ് നിൽക്കും. കഴിഞ്ഞ മാസം 1000 രൂപ അവള് കമത്തിയത്. അത് അവള് കണക്കെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, വണ്ടി കൂലിക്കെടുത്തേന്ന്. അവളെന്താ ടൂറിസ്റ്റ് ബസ്സിലാ പോയത്. എടി അതൊക്കെ അങ്ങ് വിട്. ഇന്ന് എന്തൊരു കറി വെച്ചടി? മുരിങ്ങിക്ക തീയല്, മുരിങ്ങിക്ക തോരൻ, മുരിങ്ങിക്ക കൊണ്ടാട്ടം. അല്ലടി, വീട്ടിലെ ഒരു മുരിങ്ങമരം ഉണ്ട്. അതിങ്ങനെ പൂത്തൊലഞ്ഞ് കാഴ്ചങ്ങ് നിൽക്കുമല്ലോ. മാത്രമല്ല ശ്രീയേട്ടനും അതാ ഇഷ്ടം. നിനക്ക് എത്ര പിള്ളേര്? 6. ഇനി ആ മുരിങ്ങ മൂടോടങ്ങ് വെട്ടും. അതെ, ആ ദോ വരുന്നൊരു മുരിങ്ങിക്ക. അല്ല, നമ്മുടെ ADS. ആദ്യം തന്നെ ഈശ്വര പ്രാർത്ഥന. 1 2 3 സ്റ്റാർട്ട് ചെയ്തോ. ആഴ്ചയിലൊന്നും മാസത്തിൽ 4 ഊണും കൂട്ടത്തിൽ ഓണുമടവും. കാശിൽ കുറവുണ്ടേൽ ആഴ്ച പിഴയുണ്ടേ, അടിപിടി കൂടും ചിലർ. അരി ഒരു പിടിയെടുത്ത് അടുപ്പിലിട്ടിട്ട് വന്നതാണ്ടേ, അരി തിളച്ച അടുപ്പിൽ വീഴും മുമ്പേ പോണം. പ്രിയപ്പെട്ട കുടുംബശ്രീ നിവാസികളെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നീ ADS ആണ് രാജിവെക്കുന്ന. നീ അവിടെ അത് കാത്തിരുന്നു. അതൊന്നുമല്ല, പിന്നെ എന്റെ 6 മാസത്തെ കഠിന പ്രയത്നം കൊണ്ട്. അയ്യോ, എന്റെ കക്കൂസിന്റെ ലോൺ പാസ്സാക്കി കാണും. എടി അതൊന്നും അല്ലടി, ഞാൻ അക്യൂപഞ്ചർ ഡോക്ടർ ആയിരിക്കുകയാണ്. അടിപൊളി 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 അടിപൊളി. ഈ അക്യൂപഞ്ചർ എന്താണെന്നറിയോ? പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, ടയറിന് പഞ്ചർ ഒട്ടിക്കും. എടി ഒരുപാട് പൈസയൊക്കെ ആവോടിന്. എന്തിന്? ഒരു സൂചി മതി. ഇതേ സൂചി കുത്തി ചികിത്സയാ. ഒരു മുട്ടിപ്പിന്നായാലും മതി, അല്ലേ? അതെ, അതൊക്കെ വിട്. വേറൊരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. അതെന്താ? നമ്മളെ കുടുംബശ്രീയിൽ 5 ലക്ഷം രൂപ ലോൺ അടിച്ചവിടി. ആർക്കൊക്കെ വേണം, ആർക്കൊക്കെ വേണ്ട? എന്തായാലും എനിക്ക് വേണം. ഞാൻ ഇപ്പൊ തന്നെ ഈ ബുക്കിൽ അങ്ങ് ഒപ്പിട്ടെന്നിരിക്കാം. നീ അതിനൊപ്പിട്ടാലേ ഉണ്ട കിട്ടും. അതെന്റെ കൊച്ചിന്റെ നഴ്സറി ബുക്കാ. ലോണെന്ന് കേക്കണ്ട. ഇത്തവണത്തെ ലോൺ തരണമെങ്കിൽ ഹസ്ബൻഡ് അല്ല ഒറ്റയ്ക്കും ഞാൻ ലോൺ അനുവദിച്ചെടുത്തില്ല. നിനക്ക് ഹസ്ബൻഡ് ഉണ്ടല്ലോ, അപ്പൊ നീ ലോൺ എടുക്കുന്നില്ലേന്ന്? ഞാനേ ആഴ്ചയിൽ ഒരിക്കലും വല്ല ഒരു ഹസ്ബൻഡ് എടുത്തോളൂ. നീയൊക്കെ 2 എണ്ണം. കഴിഞ്ഞ ആഴ്ച 3 ഹസ്ബൻഡ് ചേർത്തില്ലേടി. പിന്നെ ഇത്തവണത്തെ ലോൺ തുക കുറച്ച് കൂടുതലാണ് എമൗണ്ട്. അതുകൊണ്ട് ലഡു ആയിട്ടേ കിട്ടൂ. എടി 3-4 തവണ ആയിട്ടേ തരത്തോളന്ന്. ഓ ഗഡു. CDC പ്രത്യേകം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ തവണത്തെ കുടുംബശ്രീ വാർഷികത്തിന് എന്റെ വകയാണ് കൊയർ. പ്രാർത്ഥന. നിനക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലേ? നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ മാർക്കോസ് ആയിക്കോ. ഈ ലോൺ ആഴ്ചയടവാണ്, നിനക്ക് അടയ്ക്കാൻ പറ്റൂല. എന്റെ പൊന്നു സജീന ചേച്ചിക്ക് എടുത്ത് താ. എന്നിട്ട് വേണം 8 അല്ല 8 അല്ല ഇറിന്റെ പണി എനിക്ക് കിട്ടാൻ. പൈസ മൊത്തം ഇവക്ക് കിട്ടുകയും ചെയ്യും, ലോൺ മൊത്തം ഞാൻ അടയ്ക്കണം. അങ്ങ് മനസ്സിരിക്കത്തേ ഉള്ളു. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ